ഹായ്, എൻ്റെ പേര് അഫ്സീന മുജീബ്. ഞാനൊരു മൈൻഡ് പവർ ട്രെയിനറാണ്, എംപവർമെൻറ്റ് കോച്ചാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വാട്ട് അതേഴ്സ് തിങ്കിങ് എന്നുള്ളതാണ്. പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത്. ഇത് നമ്മളെ പലപ്പോഴും നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്ന് അകറ്റാറുണ്ട്, നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള പല കാര്യങ്ങളും ചെയ്യാതിരിക്കാനും കാരണമാവാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ഡിസിഷൻ എടുക്കും? പലപ്പോഴും നമുക്കിഷ്ടമുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ മാറ്റി വെക്കുന്നത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അവരെന്തായിരിക്കും എന്നെപ്പറ്റി കരുതുക. ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് ചൂസ് ചെയ്യണം എന്ന് കരുതുമ്പം പോലും അവരെന്ത് വിചാരിക്കും, അവരെന്തായിരിക്കും പറയുക എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ പലപ്പോഴും മാറ്റി വെക്കാറുണ്ട്. ഇതിനെന്താണ് ഒരു പരിഹാരം? ഇതിനെ നിങ്ങൾ തന്നെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പരിഹാരം. മറ്റൊരാൾക്കും നമ്മളെ മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളിൽ ഇഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും മാറ്റിവെക്കുമ്പോൾ സംഭവിക്കുന്നത് നമ്മൾ തന്നെ സ്വയം ഇല്ലാതാവുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണെന്നല്ലേ, ഞാനിപ്പോൾ എൻ്റെ പല ഇഷ്ടങ്ങളും മാറ്റിവെക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഒരു കാലത്ത് ഞാനും ഇത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെന്താണ് വിചാരിക്കുക, അവരെങ്ങനെയായിരിക്കും കാണുക, അവരെന്തെങ്കിലും പറയൂ എന്ന് കരുതിയിട്ട് എൻ്റെ പല ഇഷ്ടങ്ങളും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എപ്പോഴാണോ ഞാൻ അതിൽ നിന്ന് പുറത്തേക്ക് കടന്നത്, മറ്റുള്ളവർ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നതിലുപരി ഞാൻ എന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാനെപ്പോൾ മനസ്സിലാക്കി തുടങ്ങി, അപ്പം മുതൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നുള്ളതാണ്. ഇതിനെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്തപ്പോൾ, അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എന്ത് കാര്യങ്ങളും ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, എല്ലാ കഴിവുകളും ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഇതിനെ നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവർ വിചാരിക്കുന്നതിനെ പേടിച്ചുകൊണ്ട് എല്ലാം മാറ്റിവെക്കുന്നു എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് ഒരു പഠിക്കേണ്ട കാര്യങ്ങളും കൂടുതൽ കണ്ടുവരുന്ന ഒരു കാര്യങ്ങളാണ്. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ, ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം എനിക്ക് പഠിക്കുക എന്ന് പറയുന്നതൊന്നും ആ സമയത്ത് എനിക്ക് വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ജീവിതം മുന്നോട്ട് പോകുന്ന പല സാഹചര്യങ്ങൾ വന്ന സമയത്ത് കുറേ കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു മടുപ്പുണ്ട്. അതായത് നമ്മൾ പല ആളുകൾക്കും വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു, കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വേണ്ടി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇഷ്ടങ്ങൾ ഇല്ലാതാക്കിയിട്ട് അവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു സാഹചര്യങ്ങളിലേക്ക് നമ്മൾ പലപ്പോഴും ഒതുങ്ങിപ്പോവാറുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ നമ്മളോടൊരു മടുപ്പ് വരും. ഒന്നും ആയില്ലല്ലോ, അല്ലെങ്കിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു റിഗ്രഷനും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലെന്താണ് പ്രശ്നം വരുന്നത്? നമ്മളെപ്പോഴൊക്കെയോ നമ്മളെ തന്നെ മറന്നിട്ട് നമ്മളുടെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം അവരെന്ത് വിചാരിക്കും, അവരെ സന്തോഷിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ നോക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതാണ്. അപ്പം ഞാൻ പഠിക്കാനിറങ്ങുക, പിന്നീട് എനിക്കൊരു ആഗ്രഹം വന്നു. അതും ആഗ്രഹം വന്നത് എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് വന്നപ്പോൾ ഞാൻ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെത്തേഡ് പഠിച്ചു എന്നുള്ളതാണ്. എൻ്റെ പ്രോബ്ലംസിനുള്ള സൊല്യൂഷനായിട്ടാണ് ഞാനത് പഠിച്ചത്. പക്ഷെ അത് പഠിച്ച സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ ഒരുപാട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരുപാട് കഴിവുകളുണ്ട്. നമ്മൾ മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് മാറ്റി വെക്കുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളായിരുന്നു. അങ്ങനെ ഞാനൊരു തീരുമാനം എടുത്തു, എനിക്ക് പഠിക്കണം എന്നുള്ളത്. അന്ന് ഞാൻ ഇറങ്ങി. അപ്പോഴും എൻ്റെ ചുറ്റിൽ നിന്നും ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. 3 മക്കളെ വെച്ചിട്ട് നീ എങ്ങനെ ഇത് ചെയ്യും, അല്ലെങ്കിൽ നിനക്ക് ഭ്രാന്താണോ എന്ന് പോലും ചോദിച്ച ആളുകളുണ്ട്. നിനക്ക് എന്തിൻ്റെ കേടാണ് ഇപ്പോൾ ഇതിനു വേണ്ടി ഇറങ്ങാനെന്നുള്ള പല ചോദ്യങ്ങളും ഞാൻ നേരിട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ഞാൻ ഉറച്ചു വിശ്വസിച്ചത് എൻ്റെ ഇഷ്ടങ്ങളാണ്, എൻ്റെ ആഗ്രഹമാണ്. അത് നേടിയെടുക്കാൻ ഞാൻ തന്നെ പ്രയത്നിക്കണം, വേറൊരാളും എൻ്റെ കൂടെ നിൽക്കില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഞാൻ തന്നെ എടുക്കണം എന്നുള്ള തീരുമാനത്തോടു കൂടെ ഞാൻ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അന്ന് ഞാൻ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് കരുതിയിട്ട് അതവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് എനിക്കൊരിക്കലും നിങ്ങളുടെ മുന്നിലിരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ഒരാളോട് സംസാരിക്കുമ്പം പോലും എൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും തെറ്റിപ്പോവോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുമോ, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഉള്ളോട്ട് വലിഞ്ഞൊരു പേഴ്സണായിരുന്നു ഞാൻ. അതിൽ നിന്ന് മാറിയിട്ട് ഇന്ന് ഒരുപാട് ആളുകളുടെ മുന്നിൽ പോയിട്ട് സംസാരിക്കാനും ഒരുപാട് ആളുകളുടെ ലൈഫിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ഫിയറിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്നതിലുപരി നമ്മളെപ്പറ്റി എന്ത് വിചാരിക്കുന്നു എന്നുള്ളതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമ്മളൊരു കാര്യം മാറ്റി വെക്കുമ്പോൾ, നമ്മളിങ്ങനെ പല കാര്യങ്ങളും മറ്റുള്ളവർ ചിന്തിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ച് മാറ്റി വെച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മളെ തന്നെ നോക്കുന്ന സമയത്ത് പലപ്പോഴും സ്വയം പറയാറുള്ള ഒരു കാര്യമുണ്ട്,
അല്ലെങ്കിലും നിൻ്റെ വിധി ഇങ്ങനെയാണ്, നിൻ്റെ ജീവിതം ഇങ്ങനെയാണ്, മറ്റുള്ളവരുടെ ചങ്ങലപ്പൂട്ടുകളിലേക്ക് പൂട്ടിയിട്ടിട്ട് നിന്നെ ഇങ്ങനെ വെക്കാനാണ് നിനക്ക് പറ്റുള്ളൂ. പിന്നെ നമ്മൾ പറയും ചുറ്റിലുള്ള ആളുകളാണ് സമ്മതിക്കാത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ പരാതികൾ പറഞ്ഞു തുടങ്ങും എന്നുള്ളതാണ്. ഇതിലേറ്റവും എവിടെയാണ് എന്താ കാര്യങ്ങൾ സംഭവിച്ചത് ഒന്ന് നോക്കിയാൽ മതി. നമ്മൾ തന്നെയാണ് നമ്മളിൽ പല കാര്യങ്ങളും കൊണ്ടുവന്നത്. ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ പോലും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച് നമ്മളെ സ്വയം ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പം അതിന് പകരം എന്ത് ചെയ്യണം? ഇനി ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിഷ്ടമുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെങ്കിലും ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ്. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഡിസ്റ്റൻസ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ തുടങ്ങുക. നമുക്കിഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, നമുക്കിഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, നമുക്കിഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക. ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ കൂടെ ഉള്ളവരോട് തുറന്ന് പറയാനെങ്കിലും ശ്രമിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ആഗ്രഹം, അതുപോലും പലരും പറയാറില്ല, അവരെന്ത് വിചാരിക്കുമെന്ന് കരുതിയിട്ട്. അപ്പോൾ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഒരു വട്ടത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വലയത്തിനുള്ളിൽ കയറി നിന്ന് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല എന്നുള്ള പല കാര്യങ്ങളും. നിങ്ങൾ ആ ഒരു തോട്ട് ഒഴിവാക്കിയിട്ട് എന്നെപ്പറ്റി ഞാൻ എന്ത് വിചാരിക്കുന്നു, എനിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണ്, എൻ്റെ സന്തോഷം എന്നിലാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ എന്നെപ്പറ്റി വിചാരിക്കുന്നതിനാണ് ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത്, മറ്റുള്ളവർ വിചാരിക്കുന്നതിനല്ല. കാരണം മറ്റുള്ളവർ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അവരൊരു 5 മിനിറ്റോ ഒരു 10 മിനിറ്റോ നമ്മളെപ്പറ്റി എന്തെങ്കിലും വിചാരിക്കുമായിരിക്കും കൂടിപ്പോയാൽ, അല്ലെങ്കിൽ ജസ്റ്റ് സെക്കൻഡ് സമയങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ നമ്മളൊരു ഡ്രസ്സ് ഇട്ടിട്ട് പോകുന്ന കണ്ടാൽ ഒരു ജസ്റ്റ് സെക്കൻഡിൽ അവർ വിചാരിക്കുമായിരിക്കും ഇതെന്താണ് ഇങ്ങനെ ഒരു ഇത്, അല്ലെങ്കിൽ ആരെങ്കിലും പറയും കൊള്ളൂല എന്ന് പറയും. അത് ആ ഒരു സമയത്ത് അവരുടെ തോട്ട് മാത്രമാണ്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ആ ഒരു ജസ്റ്റ് ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്